branch of engineering you study, only a software company will recruit you. I'll tell you what happens in a campus interview, final year interview. All final year students will be here. All IT companies will be here. They will welcome them. Come guys, come. Sir, mechanical, it's okay to come. Sir, chemical, it ends with engineering, no? Get in. They will hire you irrespective of the background and they will train you in everything. C, C++, Java, Oracle, .NET, Butterscotch, Vanilla, Strawberry. After all the trainings, you will get into a project. There your manager will ask you to work in Excel sheet. How do I know? Because I was a software engineer. I used to work for this company called Cognizant, CTS. My mother was very proud. Whenever she introduced me to someone, she always says, my son Manoj, software engineer working in CTS office. But the reality is, I am a software engineer working in MS office. ഹായ് ഹലോ വൺ ആൻഡ് ഓൾ. സോ നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലെ പോലെ എക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അക്കൗണ്ടൻസിന് മാത്രമുള്ളൊരു സോഫ്റ്റ്വെയർ അല്ല, അത് ഈവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും ബാക്കി എല്ലാ ഫീൽഡിലുള്ളവരും ബിസിനസ്മാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ അതുകൊണ്ട് തന്നെ എക്സൽ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസിയുടെ ഭാഗമാണ്. ഇപ്പോൾ സോ നമ്മുടെ ഈ കോഴ്സിൽ എക്സലിൻ്റെ A to Z പഠിക്കും. നമ്മൾ അതിൻ്റെ അകത്ത് പ്രാക്ടിക്കലായിട്ട് എല്ലാം ചെയ്താണ് പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ എന്താ പറയുക, ഒരു പോസ്റ്റൽ ട്യൂഷൻ വഴി നീന്തൽ പഠിക്കുന്ന പോലെയല്ല, എല്ലാം പ്രാക്ടിക്കലായിട്ട് എക്സലിൽ ചെയ്ത് പഠിക്കും. സോ ക്ലാസ്സസ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫസ്റ്റ് റിക്വസ്റ്റ് ആണ്, നിങ്ങൾ എല്ലാവരും ഒരു ലാപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തുറന്നു വയ്ക്കുക, അതിലൊരു എക്സലിൻ്റെ സ്ക്രീൻ എടുത്ത് വയ്ക്കുക. നമുക്കതെല്ലാം ഓരോന്നോരോന്ന് ചെയ്യുന്നതിൻ്റെ കൂടെ ചെയ്ത് പോവാം. പ്ലസ് നോട്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഒരു ബേസിക് കുറച്ച് നോട്ട്സ് തരും. പ്ലസ് ബാക്കിയെല്ലാം നമ്മൾ ആ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോകുമായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഇത് പല രീതിയിൽ ചെയ്യാനുള്ള വേസ് പറയാം. അപ്പം നമ്മളത് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് വേഗം പഠിക്കുകയും ചെയ്യും, കൂടെ നിങ്ങളായിട്ടൊന്ന് സ്ക്രിബിൾ ചെയ്ത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കുകയും ചെയ്യും. സോ നമുക്ക് ഈ ക്ലാസ്സസിലേക്ക് പോകാം. ഒരു ചെറിയൊരു ഷോർട്ട് പ്രസൻറ്റേഷൻ ആയിരിക്കും ആദ്യം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന മൈക്രോസോഫ്റ്റ് എക്സലിനെ പറ്റിയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ മൈക്രോസോഫ്റ്റ് എക്സലിനെ നമ്മളല്ലെങ്കിൽ ഷോർട്ടായിട്ട് വിളിക്കുന്നതാണ് MS എക്സൽ എന്ന്. വൈ ഷുഡ് വി ലേൺ എക്സൽ? എന്തുകൊണ്ടായിരിക്കും നമ്മൾ എക്സൽ ഇന്നത്തെ കാലത്ത് പഠിക്കേണ്ടതെന്നുള്ള കുറച്ചൊരു ഷോർട്ട് പോയിന്റ്സ് നോക്കാം. നമ്മളത് പഠിക്കുന്നത് എന്തിനാണ് എന്ന് അറിയുമ്പോഴല്ലേ നമുക്കത് പഠിക്കാൻ കൂടുതലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. സോ ലാർജ് വോളിയം ഓഫ് ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് എക്സൽ യൂസ് ചെയ്യാം. എക്സലിനകത്ത് നമ്മളിനി കാണാൻ പോവുകയാണ്. അതിൽ നോക്കുകയാണെങ്കിൽ അത്രയും നമ്പർ ഓഫ് റോസും ഒരു 16,000 നമ്പർ ഓഫ് കോളംസും ഉണ്ട്. ഒരു 10 lakhൻ്റെ അടുത്ത് റോയും 16,000ൻ്റെ അടുത്ത് കോളംസും ഉണ്ട്. സോ ലാർജ് വോളിയം ഓഫ് ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് എക്സൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് ആക്യുറസി, അതായത് എക്സലിൻ്റെ അകത്ത് കുറേ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കുറേ പേർക്കെങ്കിലും എക്സലിൽ കാൽക്കുലേഷൻസ് ചെയ്ത് പരിചയം ഉണ്ടായിരിക്കും. നമ്മളൊരു കാൽക്കുലേറ്ററിൽ എടുത്തിട്ട് മാനുവലി കുത്തി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുള്ള എറേഴ്സ് വരാം, അല്ലെങ്കിൽ പ്ലസിന് വരാം മൈനസ് അടിക്കാം, അങ്ങനെയുള്ള പല ഇഷ്യൂസ് വരാം. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാനും എക്സൽ യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു ഇൻഡസ്ട്രി ആക്സെപ്റ്റഡ് സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ നാളെ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ജോലിയിൽ ഒരു പുതിയൊരു റിപ്പോർട്ട് ചെയ്യാൻ തരികയാണെങ്കിലോ എക്സലിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാമോ എന്നൊരു ചോദ്യം വരുന്നേ ഇല്ല. ബിക്കോസ് എക്സൽ അറിയണം എന്നാണ് ഇൻഡസ്ട്രിയുടെ ഒരു ബേസിക് അക്സെപ്റ്റൻസ്. അതുപോലെ നിങ്ങളൊരു ഡേറ്റ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു സൊഫിസ്റ്റിക്കേഷൻ, അതിനൊരു നല്ലൊരു എലമെൻറ്റ് കൊണ്ടുവരാനും എക്സലിൽ പറ്റും. കാരണം എക്സലിൽ നമ്മൾ ഇനി പഠിക്കും, അതിൻ്റെ അകത്ത് ഗ്രാഫുകൾ ചെയ്യാം, പലതരത്തിലുള്ള പൈ ഡയഗ്രംസ്, അങ്ങനെ പല രീതിയിൽ നമ്മുടെ എക്സൽ പ്രസൻറ്റ് ചെയ്യാം. പിന്നെ സ്ലൈസസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ രീതിയിൽ എക്സൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറെ ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയറോ, അതായത് PPT അങ്ങനെ അല്ലാതെ തന്നെ എക്സലിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. മാത്രമല്ല PPTയിലേക്കൊക്കെ നല്ല എലമെന്റ്സ്, സേ ഫോർ ഒരു നല്ല ഗ്രാഫ് ഒക്കെ കൊണ്ടുവരാനും എക്സൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം എക്സൽ അത്രയും ലാർജ് വോളിയം ഓഫ് ഡേറ്റ അനലൈസ് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് ഒക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് PPTയിലേക്ക് ഇട്ടിട്ട് നല്ലൊരു പ്രസന്റേഷൻ കൊണ്ടുവരാനും പറ്റും. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ടതെന്നുള്ളതാണ്. ഒരു എക്സലിൽ നമുക്കറിയാം എന്ന് പറയണമെങ്കിൽ ബേസിക്കലി ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കാണുന്ന അതിൻ്റെ ആ ഒരു പേജ്, അതിൽ കുറേ ടാബുകളുണ്ട്. ഓരോ ടാബിലും മൾട്ടിപ്പിൾ ബട്ടൺസ് ഉണ്ട്. ഈ ഓരോ ബട്ടൺസും പഠിക്കുക. പിന്നെ എക്സലിൻ്റെ അകത്തുള്ള ഓരോ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് കട്ട്സ് പഠിക്കുക, എങ്ങനെ അത് സ്പീഡിൽ ചെയ്യാം. കാരണം ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. അത് പിവറ്റ് ടേബിൾ വഴി ചെയ്യാം, അല്ലെങ്കിൽ സമ്മി ഫോമിലിട്ട് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് പുതിയതായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം യൂഷ്വൽ ആവും. സോ അങ്ങനെ
എക്സലിൻ്റെ ഇൻ്റർഫേസുമായിട്ടും അതെങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ഓരോ ബട്ടൺസ് എവിടെയാണ് എന്നുള്ളതും ആദ്യം പഠിക്കുക. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഒരു ഡേറ്റ ഇടണമെന്ന് പഠിക്കുക. സോ ബേസിക്കലി നിങ്ങളിപ്പോൾ എക്സൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഇൻ്റർഫേസിലുള്ള ഒരുമാതിരി ഐറ്റംസ് ഒക്കെ അറിയുന്നുണ്ടാവും, അതിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാനും അറിയുന്നുണ്ടാവും. ഇനി അടുത്തത് ആ ഡേറ്റനെ ഫോമാറ്റ് ചെയ്യുക, സ്റ്റൈൽ ചെയ്യുക. അപ്പോൾ ഫോമാറ്റിംഗ് സ്റ്റൈലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ ചെയ്യുന്ന പോലെ വലിയ വേർഡ് ആർട്ടൊന്നും കൊണ്ടുവരില്ല, പക്ഷെ അതിൻ്റെ സൈസസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ എക്സലിൻ്റെ സെല്ലിൻ്റെ അകത്ത് തന്നെ ഈ കണ്ടന്റ്സ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക. എക്സൽ നിങ്ങൾ എത്ര യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഹൈ ലെവലിൽ അറിയണമെന്നില്ല. അതുപോലെ തന്നെ നമ്പേഴ്സിനെ എങ്ങനെ ഫോമാറ്റ് ചെയ്യാം, ഒരു ഡേറ്റിനെ എങ്ങനെ ഫോമാറ്റ് ചെയ്യാം, ഇതുള്ളതെല്ലാം നമ്മളൊരു ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഫോർമുലയും ഫങ്ഷൻസും നമ്മൾ പലപ്പോഴും അറിയാതെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഫോർമുലാസ് എന്ന്. ശരിക്കും ഫോർമുലാസ് എന്നല്ല അതിൻ്റെ പ്ലൂരൽ, ഫോർമുലേ എന്നാണ്. സോ എക്സലിൽ പലതരം ഫോർമുലകളുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് അറിയുന്ന ആളാണെങ്കിൽ അതിൽ അഡീഷൻ സബ്സ്ട്രാക്ഷൻ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതുകൂടാതെ ഇപ്പം നിങ്ങൾക്ക് ഒരു ലോൺ എടുക്കുകയാണ്, അതിൻ്റെ അകത്ത് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ EMI എത്രയായിരിക്കും, അല്ലെങ്കിൽ ഒരു അസറ്റ് വാങ്ങിച്ചു അതിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയായിരിക്കും, ഇതെല്ലാം നിങ്ങൾ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ തന്നെ സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ഫോർമുലകൾ വെച്ചിട്ട് അതിൻ്റെ അകത്ത് തന്നെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഫോർമുലകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ സമ്മറൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ. നേരത്തെ ഞാൻ പറഞ്ഞു എക്സൽ ഇപ്പോൾ ജസ്റ്റ് ഒരു കമ്പ്യൂട്ടിംഗ് സോഫ്റ്റ്വെയർ എന്നുള്ള മാറി ഒരു പ്രസൻറ്റിംഗ് സോഫ്റ്റ്വെയർ. അതായത് ബോർഡ് മീറ്റിങ്ങുകളിലൊക്കെ ആൾക്കാർ എക്സൽ വെച്ച് പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ എക്സലിൻ്റെ പ്രസൻറ്റേഷനും സമ്മറൈസേഷനും വേണ്ടിയിട്ട് പിവറ്റ് ടേബിൾസ്, സ്ലൈസസ്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫുകളും. ഇനി നമ്മൾ എക്സൽ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. ഹൗ വിൽ വി ലേൺ എക്സൽ? സോ ഒരിക്കൽ നമ്മുടെ മജീഷ്യനായിട്ടുള്ള മുതുകാടിൻ്റെ അടുത്ത് ഒരു ചെറിയ കുട്ടി വന്ന് ചോദിച്ചു, ഞാൻ എങ്ങനെ മാജിക്ക് പഠിക്കും എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞ ഉത്തരേ ഉള്ളൂ, മാജിക്ക് പഠിക്കാനായിട്ട് നമുക്ക് വേണ്ടത് 3 മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് തന്നെയാണ് നമുക്ക് എക്സലിനും വേണ്ടത്. എക്സലിൻ്റെ മാജിക്ക് പഠിക്കാനും നത്തിങ് ബട്ട് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. പ്രാക്ടീസ് ചെയ്തേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എത്രമാത്രം ഷോർട്ട് കട്ട് കീസ് എഴുതി വെച്ച് പഠിച്ചാലും ബുക്കിൽ നോക്കി പഠിച്ചാലും, അല്ലെങ്കിൽ ബുക്കിലൊന്നും നോക്കണ്ടല്ലോ, നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് എങ്ങനെയാണ്, ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരും, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ലൈവായിട്ട് കാണിച്ചു തരും. പക്ഷെ ഇത് എന്തൊക്കെ കണ്ടാലും നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താലും എത്രമാത്രം നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്യുന്നോ അത്രയും മാത്രം നിങ്ങൾ നന്നായിട്ടത് പഠിക്കും, നമ്മളിതിൻ്റെ അകത്ത് മാസ്റ്റർ ചെയ്യും. സോ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്.